പൈസ നല്ലോണം ഉണ്ടാക്കി, നല്ലോണം പൈസ ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുണി അയച്ച് കാണിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കി. ഒരു മാസ്കം കിട്ടാൻ മതിയല്ലോ. വർത്താനം കേട്ടാൽ വരെ ചില ആൾക്കാർ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് ഒരു ചങ്ങാതി ഗൾഫിലുണ്ട്, അവൻ്റെ ഭാര്യയും മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലാണ്. ഒരു ദിവസം ഇവൻ്റെ കൂടെയുള്ള ഏതോ ഒരുത്തൻ ഒരു ലൈവ് കണ്ടിട്ട് ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കലാണെന്നാണ് പറയുന്നത്. അങ്ങനെ സുഖിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ ഈ ലൈവ് ശരിക്കും ആരുടേതാ? ഇവൻ്റെ ഭാര്യയുടെ ലൈവാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ നാട്ടിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കൂട്ടുകാരനോട് ചോദിച്ചു എങ്ങനെയുണ്ടാ ലൈവ് എന്ന്. അപ്പോഴാണ് പറയുന്നത് ഈ മലയാളികളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ലൈവ് ഇവളത് തന്നെയാണ്. കാരണം ഇവളെന്ന് പറഞ്ഞാൽ മുഖത്തിട്ട് ആ ഒരു മാസ്ക് ഇല്ലേ, അത് ചില സമയത്തൊക്കെ തുറന്ന് കാണിക്കാറുണ്ട്, എല്ലാ സമയത്തൊന്നും തുറന്ന് കാണിക്കില്ല. പക്ഷെ എന്നാലും നല്ലൊരു ലൈവ് എന്ന് പറഞ്ഞാൽ ഇവൾ തന്നെയാണ്. ഇവളാണ് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. അത്ര പൈസയേ ഉള്ളൂ. അരമണിക്കൂർ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ കേവലം 400 രൂപയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭർത്താവ് ശരിക്കും പറഞ്ഞ് നിങ്ങൾ അയാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് ഒരുത്തൻ്റെ അടുക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടാ. അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുകയാണ് ഇതെൻ്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം 8 മണിയോട് കൂടിയിട്ട് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നത് 4 മണിക്കാണെന്നാണ് പറയുന്നത്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അതായത് എല്ലാം അഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന് കുറേ ആൾക്കാർ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ വേട്ടാവളിയന്മാരുണ്ടല്ലോ. അതായത് ഞരമ്പ് രോഗികൾ ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്തിനാണ് ഈ കല്യാണം അതുപോലെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്? അതാണ് എനിക്ക് പിന്നെ ഒരു അതിശയമായി തോന്നുന്നത്. പിന്നെ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോഴും നിങ്ങളുടെ ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്നും വേണമെന്നില്ല, നിങ്ങൾ കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോളൂ. ഇപ്പോഴവർ മാറി താമസിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അയാളും മക്കളും മാത്രമാണ്. ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പോഴും തോന്നിയതുപോലെ അവരുടെ ലൈവും അതുപോലെ തന്നെ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ ഭർത്താവ് പിരിഞ്ഞു പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുഖംമൂടി എടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് എല്ലാം പിന്നെ എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ലൈവ് ഇടൽ. ഒരുപാട് എണ്ണമുണ്ട്. അതായത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്പുകളുണ്ട് ഇപ്പോൾ. അതായത് പിന്നെ നമുക്കറിയാലോ ചില ആൾക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ സുഹൃത്തുക്കളെ കിട്ടും, അത് നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പുകളിലൂടെയും നമ്മുടെ മലയാളികൾ നല്ല രീതിയിൽ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതൊക്കെ ആയാലും ഇവരുടെയൊക്കെ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതായത് മിക്ക കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പൈസയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ ഈ പൈസക്ക് ഒരു വില നമ്മൾ ഇടും. അതായത് ഒരു കടലാസിൻ്റെ വില പോലും ഇതിനുണ്ടാവില്ല. അപ്പോഴേക്കും നമ്മൾ ഒറ്റക്കായിട്ടുണ്ടാകും. പിന്നീട് കുഞ്ഞുങ്ങളുണ്ടാവില്ല, കുടുംബമുണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. എന്തിനധികം പറയുന്നത്, ഒന്ന് അവർക്കൊന്ന് വഴിയിലൂടെ ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് അവരൊക്കെ വരാൻ പോകുന്നത്. അതായത് ഇതുപോലെയുള്ള ലൈവ് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങൾക്ക് കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന കുറേ ടീമുകൾ. എന്തൊരു ജന്മമാണോ ഇതിലും നല്ല ജന്മമല്ലേ ഈ മൃഗങ്ങളുടെ ജന്മം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് കരുതിയിട്ട്, ഒരു മൊബൈൽ ഫോണും ഉണ്ടെന്ന് കരുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുഴുവൻ പലത്തും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസ കൊണ്ട് തിന്നുന്നതിൽ നല്ലത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ല പട്ടിക്കാട്ടവും തിന്നുന്നതല്ലേ? അതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവറ്റകൾക്ക് കുടുംബമില്ലേ, ഇവറ്റകൾക്ക് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവറ്റകൾക്ക് പറ്റിയത്? പക്ഷേ ഞാൻ പറയുകയാണ്, ഇവറ്റകൾക്ക് എല്ലാത്തിനും കുടുംബമുണ്ട്, കുട്ടികളും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് നോക്കുമ്പോഴൊരു 55 വയസ്സുള്ള ഒരു സ്ത്രീ ആടുന്ന് പബ്ലിക്കായിട്ട് കുളിക്കുന്നായിരുന്നു. അതാണ് എന്നിട്ട് എൻ്റെ കുളിസീൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ്, ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിക്കലും ഇവരുടെ കിളി പോയതാണ്, ഇല്ലെങ്കിൽ ഇവറ്റകളുടെ നാണവും മാനവും ആരോ അടിച്ചുകൊണ്ട് പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോജിക്കും ഇല്ലാതെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇത് മാത്രം. പൈസ മാത്രമല്ല കേട്ടാ, ഇപ്പോഴും ചില ടീമിനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭർത്താവിനെ പോരാത്ത വരുന്ന കുറച്ച് ടീമുകളുണ്ട്. അവറ്റകളും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവറ്റകൾക്കും കുറച്ച് പൈസയും ചില്ലറയൊക്കെ കിട്ടും. അതുമാത്രവുമല്ല ഇതിനായിട്ട് ഗൾഫിൽ കുറച്ച് ടീമുകളും ഉണ്ട്. അത് ഇവരെ പോലെയുള്ളവരെ സുഖിപ്പിക്കാനും അവർക്ക് പൈസ അയച്ചു കൊടുക്കാനും. സ്വന്തം വീട്ടിലേക്ക് 100 റിയാൽ ചോദിച്ചാലോ 100 ദിറംസ് ചോദിച്ചാലോ കൊടുക്കൂല, ഇല്ലെങ്കിൽ 1000 റുപ്യ ചോദിച്ചാൽ കൊടുക്കൂല. ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ഒരു 20 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ വേണമെങ്കിൽ 2000 അല്ല 4000 വേണമെങ്കിൽ ഇവരെ മുടക്കും.
4000 പേരുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഏതോ ഒരു വേറെ ഒന്നുണ്ടല്ലോ, എന്നാൽ നമ്പ്യാറോ ഗിമ്പ്യാറോ അങ്ങാറ്റം പറഞ്ഞിട്ട് അതിനൊക്കെ 4000 ഉറുപ്പ്യ എന്നാണ് പറയുന്നത് ഒരു 20 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവളുടെ റേറ്റ് പോലും. കഷ്ടം തന്നെ. അവൻ്റെ ഭർത്താവിൻ്റെ എന്നാൽ ഭർത്താവ് പോകേണ്ട ഒരു ഫോട്ടോ ഇതിനിടയ്ക്ക് പുറത്തു വിട്ടിനാരോ, അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹതാപം തോന്നുന്നത്. ആലോചിച്ച് നോക്കറ നിങ്ങൾ. എന്നിട്ട് ഇവർ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് എൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഇത് അറിയാവുന്നതാണെന്ന്. ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലൊന്ന് വന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊണ്ടിനി. അത് എല്ലാം അഴിച്ചു ചാടിയിട്ട് ജീവിക്കുന്ന അത് നേഴ്സാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ അച്ഛൻ എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്വന്തം തന്ത പോലും ഇവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്ന് യാതൊരു ഉളുപ്പും ഇല്ലാതെ കുറച്ച് ചില്ലർക്ക് വേണ്ടിയിട്ട് ഇവറ്റകളൊക്കെ വന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചില ആൾക്കാർ പറയുന്ന പോലെ ആ പഴയ നോക്കിയ ഫോൺ തന്നെ മതിയായിരുന്നു എന്ന്. അമ്മാതിരി കൂതറകളുടെ നമ്മളെല്ലാം കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാണിക്കുന്നവൻ കാണിക്കുകയോ ഇല്ലേ കാണിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ കുടുംബങ്ങളായിട്ട് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള സ്ത്രീ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ താൽക്കാലികമായിട്ട് കുറച്ച് പൈസയും ആശ്വാസവും ഇതൊക്കെ കിട്ടും. പക്ഷെ അവരുണ്ടാക്കി വിട്ട മക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പല രാജ്യങ്ങളിലും പോയിട്ട് ഇതുപോലെ അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അവസ്ഥ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര പ്രശ്നമുള്ളൂ. അല്ലാതെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോണ്ടോ. ഈ എരുമേനെ പോലെയെല്ലാം ജീവിക്കുന്ന കുറേ ടീമുകളുണ്ട്. 24 മണിക്കൂർ മറ്റേ കടലിൽ കിടന്നിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ടാറ്റു അടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും ഒരു ജീവിതമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം എന്താണ്ട് ഇതൊരു മാനസിക രോഗമെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇതൊരു ജീവിതമല്ല. അതായത് മറ്റുള്ളവൻ്റെ മുന്നിൽ ഒരുത്തൻ പൈസ തന്നു എന്ന് കരുതിയിട്ട് അവൻ്റെ മുന്നിൽ ഇത് അഴിച്ച് കാണിക്കുമ്പോൾ ഇവർ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെയൊക്കെ മക്കൾ വലുതായിട്ടാകുമ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതല്ലേ, അതായത് പഴയ നടിമാരായ ഷക്കീല മുതൽ അല്ലെങ്കിൽ മറ്റേ ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിച്ച ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം നഷ്ടപ്പെട്ടവരാണ്. അതായത് കുടുംബത്തിൽ വരെ അവർ അടുപ്പിക്കാറില്ല പലരെയും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ പൈസയല്ല ഏറ്റവും വലുത്, അവിടെ ചില സ്നേഹങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു കുടുംബമാകുള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും പോയിട്ട് കല്യാണം കഴിക്കേണ്ട ഇതുപോലെയുള്ള കാമപിരാന്തും വെച്ചിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറേ ആൾക്കാർ ഇത് അറിയണം, അതായത് കുറേ ആൾക്കാരുടെ സ്ഥിതി അറിയണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്തോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണം. നന്ദി, നമസ്കാരം.